പോരിൽ നമ്മൾ ഇനി പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. പോസ്റ്ററിൽ ആർ ശ്രീലേഖ IPS, ചുവരെഴുത്തിൽ ആർ ശ്രീലേഖ IPS റിട്ടയർഡ്, ഫ്ലെക്സിൽ മുൻ DGP ആർ ശ്രീലേഖ. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണെങ്കിൽ ആർ ശ്രീലേഖ മാത്രം. കേരളത്തിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ മത്സരത്തിനിറങ്ങുമ്പോൾ പ്രചാരണ കാര്യത്തിൽ മൊത്തം കൺഫ്യൂഷനാണ്. ഏത് പേരിടണം, എങ്ങനെ എഴുതണം? കരുത്തോടെ കരുതലോടെ ജനങ്ങൾക്കൊപ്പം ശാസ്തമംഗലം വാർഡ് BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ IPSനെ വിജയിപ്പിക്കാം. നന്നായി ഡിസൈൻ ചെയ്ത അഗംഭീരമായൊരു ഫ്ലെക്സ്. പക്ഷെ ഈ ഫ്ലെക്സിലൊരു പ്രശ്നമുണ്ടല്ലോ. ഇതിൻ്റെ മാത്രം പ്രശ്നമായിരിക്കുമോ? പോസ്റ്ററിലും ശ്രീലേഖ IPS ആണ്, IPS. പക്ഷേ ശ്രീലേഖ ഇപ്പൊ IPS ആണോ? അല്ലല്ലോ, അല്ല. ആ ശ്രീലേഖ ഇപ്പോ IPS അല്ല. പിന്നാരാ? ആർ ശ്രീലേഖ IPS റിട്ടേർഡിനെ വിജയിപ്പിക്കുക. അതാണ്, വിരമിച്ച IPS ഉദ്യോഗസ്ഥയാണ് ആർ ശ്രീലേഖ. അത് ഇവിടെ കൃത്യമായിട്ട് RTD എന്ന് ബോക്സിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ IPS ഉദ്യോഗസ്ഥർ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അതിൽ പറ്റില്ല എന്നാണ് നിയമരംഗത്തുള്ള ആളുകൾ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ശ്രീലേഖ അവരുടെ ഫ്ലെക്സിലും ബോർഡിലുമൊക്കെ അവർ വഹിച്ചിരുന്ന പദവി എഴുതി വെക്കേണ്ടതെന്ന് അറിയണമല്ലോ. നോക്കാം. വികസിത അനന്തപുരി സന്ദേശ പദയാത്ര മുൻ DGP ആർ ശ്രീലേഖ നയിക്കുന്നു. ഇത് കറക്റ്റാണ്. ഏറ്റവും അവസാനം ഏത് പദവിയിലാണോ ഇരുന്നത് ആ പദവി മുൻ ചേർത്ത് എഴുതണം എന്നതാണ് നിയമം. ഇനി ഒരു സ്ഥലത്ത് കൂടി പോകാനുണ്ട്, ഒരേ ഒരു സ്ഥലം. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളാണല്ലോ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രധാന കേന്ദ്രം. ഇതാണ് ആർ ശ്രീലേഖയുടെ ഓഫീസ്. അതിൽ IPSും ഇല്ല, റിട്ടയർഡ് IPSും ഇല്ല, മുൻ DGPയും ഇല്ല. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.